നമസ്കാരം. ഇന്നലെ ആലപ്പുഴ കളർകോട് 5 കുട്ടികളുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ അപകടത്തെപ്പറ്റി ഞാൻ പ്രത്യേകിച്ചൊന്നും വിശദീകരിക്കുന്നില്ല. പക്ഷെ അപകടശേഷം അതിൻ്റെ ഇൻഷുറൻസ് സംബന്ധമായ ചില കാര്യങ്ങൾ മാത്രം പറയാം. ആ കുട്ടികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ അവരാരും എൻ്റെ അമ്മായിയുടെ മക്കളൊന്നുമല്ല. ചത്തവന് പോയി, അവൻ്റെ വീട്ടുകാർക്ക് പോയി എന്ന് മാത്രമേ എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളൂ. അതവിടെ നിൽക്കട്ടെ. ഈ വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി ഒന്നും പരാമർശിക്കുന്നില്ല. പരാമർശിക്കാൻ പറ്റിയ സമയമല്ലാത്തത് കൊണ്ടാണ്. അത് മറ്റു പലർക്കും വേദന ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. നമുക്കിവിടെ പരിശോധിക്കേണ്ടത് ആ വാഹനത്തിൽ ഓവർലോഡ് ആയതുകൊണ്ട് യാത്രക്കാർക്ക് ഇൻഷുറൻസ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. കോടതി വ്യവഹാരങ്ങൾ ഒരുപാട് ഉണ്ടാകേണ്ടി വരും. പിന്നീട് നമുക്ക് ഓവർലോഡ് ആണെങ്കിലും മരണം സംഭവിച്ചാൽ ക്ലെയിം കിട്ടേണ്ടത് മറ്റ് സൈഡിൽ നിന്ന്, എതിർ സൈഡിൽ നിന്ന് വന്ന ഇടിച്ച വാഹനത്തിൽ നിന്നാണ്, KSRTCയിൽ നിന്നാണ്. ഇവിടെ നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം KSRTC വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടാകില്ല എന്നുള്ള കാര്യം തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം ഗവൺമെന്റ് സർവൻസിന്റെ, MBD ഉദ്യോഗസ്ഥരുടെ, പോലീസിന്റെ ഒക്കെയുള്ള ആ ശ്രമങ്ങൾ, ആ വീഡിയോ മാധ്യമങ്ങളിലൂടെ വന്നിട്ടുള്ള വിശദീകരണങ്ങൾ ഒക്കെ കണ്ടാൽ നമുക്കറിയാം അത് തേഞ്ഞു മാഞ്ഞു പോകാൻ വേണ്ടിയിട്ട്, അഥവാ ജനങ്ങളുടെ മുന്നിൽ ശ്രദ്ധിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവന്മാരെല്ലാം ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇൻഷുറൻസ് ഇല്ലാത്ത KSRTCയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷ അസ്ഥാനത്താണ്. 22 വർഷം ഒരു അപകടത്തിൽ പെട്ടിട്ട് അതിന്റെ ക്ലെയിമിന് വേണ്ടി ജീവിതം പാഴാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ജീവിതത്തിന്റെ നല്ല സമയം, നല്ല സമ്പാദ്യം മുഴുവൻ ചികിത്സയ്ക്കും മുന്നോട്ടുള്ള ജീവിതത്തിനും വേണ്ടി വിനിയോഗിച്ചിട്ട് അനുഭവങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഇന്നത്തെ യുവാക്കള് തന്ത വൈബ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നത് കൊണ്ടാണ് പലതും കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളും മിണ്ടാത്തത്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, മേലാൽ ഇത്തരം കലാപരിപാടികൾ ചെയ്യുമ്പം സ്വയം ചിന്തിച്ചിട്ട് ചെയ്യുക. അതല്ലെങ്കിൽ ജീവിതം പാഴാകുന്നത് നിങ്ങളുടെയാണ്. ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം, ഈ അപകടത്തിൽ കോടിക്കണക്കിന് രൂപ കുട്ടികൾക്ക് ക്ലെയിം കിട്ടേണ്ടതാണ്, നഷ്ടപരിഹാരം കിട്ടേണ്ടതാണ്. കാശുകാരുടെ മക്കളാണ്, ഞങ്ങൾക്ക് അതൊന്നും ബാധകമല്ല, ഞങ്ങൾക്ക് അതൊന്നും വേണ്ട എന്നൊക്കെ ഇപ്പൊ പറയുമെങ്കിലും ഭാവിയിൽ അത് വേണ്ടി വരും. പക്ഷെ അത് കണ്ടിട്ട് മറ്റുള്ളവര് വാല് പൊക്കരുത്. സൂക്ഷിച്ചാൽ നിങ്ങൾ ദുഃഖിക്കണ്ട. അപ്പൊ ശരിയെന്ന്.